ഇലയട അല്ലെങ്കിൽ വത്സൻ എന്നു നമ്മൾ നാട്ടിൽ പറയുന്ന പേരാണിത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഹായ് ഹലോ, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഗൈസ്, മൈ അനു വ്ളോഗ്സ്, വെൽക്കം ടു മൈ വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു 4 മണി പലഹാരം ആയിട്ടാണ്. 4 മണിക്ക് വട്ടയിലയിൽ പൊതിഞ്ഞൊരു ഇലയട കഴിച്ചാൽ ഈ തണുപ്പത്ത് നല്ലതല്ലേ, ഒരു കട്ടൻ ചായയും ഇലയുടെ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാതെ കാണുക. എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കൂട്ടാക്കുക പ്ലീസ്. നമ്മളെൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഇലയട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: ആദ്യം ഒരു പാത്രത്തിൽ ഒരു 1/2 കിലോയ്ക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിയിലും അരിപ്പൊടിയിലും പറ്റും, മൈദാവിലും പറ്റും. അപ്പോൾ ഒരു പഴം, നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഒരു 2 പഴവും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ഇളക്കുക. നല്ല എന്താ പറയുക, നല്ല പദം വരണം. ഇത് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഒരുപാട് കുഴക്കില്ല, അതുപോലെ നല്ല മയത്തിൽ കുഴയ്ക്കണം. കുറേശ്ശെ വെള്ളം ഒഴിക്കാവും. അപ്പോൾ ഇത് ഏകദേശം കുഴഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അതിനകത്ത് വെക്കുന്ന ആവശ്യമുള്ള തേങ്ങ, ശർക്കര, നമ്മൾ തേങ്ങ ചെറുതായിട്ട് തിരുവി, ശർക്കര അതുപോലെ പൊടിയായിട്ട് അരിയണം. അതും പൊടിയില്ലാത്ത ശർക്കര, നല്ല കറുപ്പല്ലാത്ത ശർക്കര. പിന്നെ നമ്മൾ വട്ടയില പറിച്ചിട്ട് അത് നല്ലപോലെ കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ. എന്ന് വെച്ചാൽ വട്ടയിലയിലൊക്കെ പുഴുക്കളൊക്കെ കാണും. നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ പറിക്കുന്നതായതുകൊണ്ട് മക്കൾക്കൊക്കെ കൊടുക്കാനല്ലേ. ചെറുതായിട്ട് പരത്തി 2 ഏലക്കയൊക്കെ അതിനകത്തോട്ട് പൊട്ടിച്ചിടണം നമ്മൾ ശർക്കരയ്ക്കകത്ത്. എന്നിട്ട് ആവശ്യത്തിന് ഇഷ്ടം പോലെ മധുരം ഉള്ളവർക്ക് ഒരുപാട് മധുരം വയ്ക്കുക. അങ്ങനെ എന്നിട്ട് ഇഡ്ഡലി തട്ട് അടപ്പിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഓരോന്നോരോന്ന് പറക്കി വയ്ക്കുക. ഇങ്ങനെ പറക്കി വയ്ക്കണം. ആവി കയറി എല്ലാം വേവണം. ഇനി നമുക്കിത് എടുത്തിട്ടൊന്ന് അടപ്പിൽ വയ്ക്കാം മൂടി. ഏകദേശം 1/2 മണിക്കൂറൊക്കെ വേവണം. ഗോതമ്പ് മാവല്ലേ. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിപ്പം അരിപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അരിപ്പൊടി ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ വേവിച്ചെടുക്കണം. നമ്മുടെ അട നമുക്കൊന്ന് നോക്കിയാൽ ഒരെണ്ണം എടുത്ത് വെന്തോന്ന്. എല്ലാം വെന്തിട്ടുണ്ട് നല്ലോണക്ക്. ഇനി അതിൽ നിന്ന് നല്ല ആവി പോണല്ലേ, നല്ല മണം വന്നിട്ടുണ്ട്. വട്ടയിലയിൽ ചെയ്യുമ്പോൾ നല്ല മണം. നമുക്കൊന്ന് പൊളിച്ച് നോക്കാം. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വത്സൻ.